ജനങ്ങൾ വോട്ട് മേടിച്ച് അധികാര കസേരയിൽ ഇരിക്കണം, ഓർക്കണം ഞാനിവിടെ അങ്ങനെ വന്നു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, മന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ റോഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഓണം, ഈ വരുന്ന ഓണം മന്ത്രിയും ഉണ്ണത്തില്ല, ഞാനും ഉണ്ണത്തില്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. ഞാൻ ന്യൂസ് 18 കേരളം എന്ന ചാനലിലൂടെ ഒരു ന്യൂസ് കാണാൻ ഇടയായി. കൊല്ലം ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ്. സംഭവം എന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാം, അതിനുശേഷം കാര്യങ്ങളൊക്കെ നിങ്ങളോടായിട്ട് പറയാം. കൊട്ടാരക്കര പുത്തൂർ റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിൽ സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ KN ബാലഗോപാലിനെതിരെ ഒറ്റയാൾ പ്രതിഷേധം. മുൻ ബ്ലോക്ക് മെമ്പറായിരുന്ന കൊട്ടാരക്കര സ്വദേശിനി ഗിരിജാകുമാരിയാണ് പ്രതിഷേധിച്ചത്. അപ്പൊ സംഭവം ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി കാണും അല്ലെ? അപ്പം നമ്മുടെ നാടിന്റെ റോഡിന്റെ അവസ്ഥയൊക്കെ എത്രമാത്രമാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് ആരോടും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറേ നാളായിട്ട് ആ നാട്ടുകാർ അവരോട് പറയുകയാണ്, അവിടുത്തെ മന്ത്രിമാരോടും അവിടുത്തെ മറ്റുള്ള വാർഡ് മെമ്പർമാരോടാണെങ്കിൽ എല്ലാവരോടും ഇവർ പറയുകയാണ്, ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ റോഡ് ശരിയാക്കി തരണമെന്ന്. പക്ഷെ ആരും തന്നെ അത് മൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതൊന്ന് ശരിയാക്കാനായിട്ട് മുൻപോട്ട് വരികയോ ഒന്നും ചെയ്തില്ല. അവസാനം അവിടുത്തെ ഒരു സാമൂഹിക പ്രവർത്തകയായ ഗിരിജാകുമാരി എന്ന സ്ത്രീ അവിടെ ഉദ്ഘാടനത്തിനായിട്ട് വന്ന മന്ത്രിയുടെ കാറിന് മുൻപിലേക്ക് ഒരു പ്ലക്കാർഡുമായിട്ട് ചാടി വീഴുകയാണ്. പിന്നീട് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കൊട്ടാരക്കരയിൽ കർഷകരെ ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മന്ത്രി KN ബാലഗോപാൽ. കാറിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങിയതോടെ ഗിരിജാകുമാരി കയ്യിലുണ്ടായിരുന്ന പ്ലക്കാർഡ് ഉയർത്തി കാറിന് മുന്നിലേക്ക് ചാടി പ്രതിഷേധിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് പൊടിവെച്ച കാറൊന്നുമില്ല പോവാന്, ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ 2 വീലറേ ഉള്ളൂ. അതിനകത്തോടൊന്ന് പോവാന് അവിടെ പച്ചത്തിൽ എത്ര പേര് ഡെയിലി വീണോണ്ടിരിക്കുന്നു. കഷ്ടം. ഇതൊക്കെ ഭീഷണിപ്പെടുത്തി എന്തുവാ നമ്മളെ ഗുണ്ടായസം കാണിച്ച് അങ്ങ് ജയിലടപ്പിക്കാമോ? ന്യായമായ കാര്യത്തിലാണ് ഞാൻ വന്നത്, ന്യായക്കേടിനല്ല. ഈ ഓട്ടോറിക്ഷ ഇവരോടെല്ലാം ചോദ്യം അതിന്റെ അവസ്ഥ. അവര് ദിവസം വിളിച്ചാൽ പോലും അവർ വരത്തില്ല. അത്രമാത്രം ദുഃഖം ഉണ്ടായിട്ടാണ് പറയുന്നത്. ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് ഉദ്ഘാടനം മാത്രം 10 മണി മുതൽ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ഈ കസേരയിൽ എങ്ങനെ വന്നെന്ന് ചിന്തിക്കണം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതാണ് നീതി. അറിയാമോ? അപ്പൊ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും വോട്ടിട്ട് ഓരോ സ്ഥാനങ്ങളിൽ ഇരുത്തിയേക്കുന്നവരാണ്. ഈ വാർഡ് മെമ്പർ ആണെങ്കിലും പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും MLA-മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും എല്ലാവരും നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നാടിന്റെ പുരോഗമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, 2ഓ അതിലധികമോ പേര് മത്സരിക്കുന്നതിൽ നിന്ന് നമുക്ക് നല്ലത് ചെയ്യുമെന്ന വിശ്വാസമുള്ളവർക്കാണ് നമ്മൾ വോട്ട് ചെയ്ത് അവരെ ഓരോ സ്ഥാനങ്ങളിൽ ഇരുത്തിയേക്കുന്നത്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ വരുമ്പോൾ ഏതൊരു മനുഷ്യനും ഉണ്ടാകാവുന്ന ദുഃഖവും പ്രതിഷേധവുമാണ് ഈ സ്ത്രീ അവിടെ കാണിച്ചത്. അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല, കാരണം അവർ അത്രയധികം ആളുകളോട് സംസാരിച്ചു. അവർ തന്നെ പറയുന്നുണ്ട്, ഒരു മരണത്തിന് പോയ ആളുകൾ ആ കുഴിയിൽ വീണ് അടുത്ത വീട്ടിൽ കയറി ഡ്രസ്സ് മാറ്റി പിന്നെ അവസാനം ബനിയനും പാൻറ്റും മാത്രം ഇട്ടുകൊണ്ട് മരണ വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു എന്ന്. അപ്പൊ എത്രമാത്രം ദാരുണമാണ് അവിടുത്തെ റോഡിന്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. അവരിങ്ങനെ പ്രതിഷേധിച്ചതിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയുകയില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രിയോ MLA-യോ ആരെങ്കിലും എന്തെങ്കിലും ഉദ്ഘാടനത്തിനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് വരുന്ന ആ റൂട്ടിലുള്ള റോഡ് മൊത്തവും വൃത്തിയാക്കും, കുഴികളെല്ലാം അടയ്ക്കും, സകല കാര്യങ്ങളും ചെയ്യും. പറ്റുമെങ്കിൽ അതിലേക്കൂടെ പോകുന്ന ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ വഴിയുടെ റൂട്ട് പോലും തിരിച്ച് അവരെ വേറെ വഴിയിൽ കൂടെ അവർ പോകേണ്ട സ്ഥലത്തേക്ക് വിടും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രിമാരാണെങ്കിലും MLA-മാരാണെങ്കിലും അവരൊക്കെ ആ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവർ നോക്കുമ്പോൾ എത്ര നല്ലത്, നല്ല റോഡ്, നല്ല സ്ഥലം, ഒരു കുഴപ്പവുമില്ല. അവരിവിടുത്തെ നാടിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണോ ആ റോഡ് ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ആ സ്ഥലം, ഏത് അവസ്ഥയിൽ കൂടെയാണോ ആ സ്ഥലത്തെ ആളുകൾ പോകുന്നത്, അതുപോലെ നിലനിർത്തിക്കൊണ്ട് വേണം അവർ പോകുന്ന വഴിയും നമ്മൾ ഒരുക്കാൻ. അപ്പോൾ മാത്രമേ ആ നാടിന്റെ ബുദ്ധിമുട്ടുകളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇവർ തന്നെ പറയുന്നു, കുറെ വർഷങ്ങളായിട്ട് ഇവർ പറയുകയാണ്, ഇതൊന്ന് ശരിയാക്കി തരണം, ഈ വെള്ളക്കെട്ടൊന്ന് മാറ്റി തരണമെന്ന്. ആ റോഡിന്റെ അവസ്ഥ നമ്മളെല്ലാവരും ആ വീഡിയോയിൽ കണ്ടതാണ്. ഇതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ സംസാരിക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രതിഷേധിക്കണം.
അപ്പോൾ മാത്രമേ കണ്ണ് തുറക്കേണ്ടവർ കണ്ണ് തുറക്കുകയുള്ളൂ, നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അവരോട് ആ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് വാ, അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് വരെയും പറഞ്ഞു. പക്ഷെ അവർ തയ്യാറായില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് പറയാനുള്ളത് ആ മന്ത്രിയോട് മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന ഓരോ ജനങ്ങളോടും കൂടിയാണ്. കാരണം ഇവരെ പോലെ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അവിടെയുള്ള ജനങ്ങൾ. ഇവരെ പോലെ തന്നെ ശബ്ദമുയർത്തി പറയാൻ അവകാശമുള്ളവരാണ്. അവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടവരാണ് നമ്മുടെ മുൻപിൽ കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാം. അവരൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി അല്ല അതവിടെ ചെയ്തത്. അവരുടെ ഹൃദയത്തിലെ വിഷമം, അവരനുഭവിക്കുന്ന സങ്കടം, ബുദ്ധിമുട്ടുകൾ അവരവിടെ കാഴ്ചവെക്കുകയാണ് ചെയ്തത്. അതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും അവരെ അറസ്റ്റ് ചെയ്തു, പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷം വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം മറുനാടിന്റെ എക്സ്ക്ലൂസീവ് എന്ന ചാനലിലൂടെ അവരൊരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ നടന്ന കുറച്ച് കാര്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് പ്രാവശ്യം മന്ത്രിക്ക് നിവേദനം അവരുടെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ കൊടുത്തു, ആ പരിസരവാസികൾ കൊടുത്തു, പിന്നെ അല്ലാതുള്ള ആളുകളും പൊതുജനങ്ങളും നിവേദനങ്ങൾ ഒരുപാട് കൊടുത്തിട്ട് യാതൊരു പരിഹാരവും ഇല്ലെന്നുള്ളതാണ്. നമ്മൾ എത്രമാത്രം അത് കണ്ടുകൊണ്ടിരിക്കും. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം ചില ദിവസങ്ങളിൽ മഴയായിരിക്കും, കുഴി മൊത്തം വെള്ളക്കെട്ട, അതുവഴി പോകാൻ കരയും കുഴിയും ഒന്നും നമുക്ക് കാണാൻ ഒക്കാത്ത ഒരവസ്ഥയിലാണ്. അങ്ങനെ സാധാരണ ജനങ്ങൾ മറിഞ്ഞു വീഴുവാണ് ഇവിടെ. അതെല്ലാം നമ്മൾ നിരന്തരം ഞങ്ങളുടെ ഒരു വഴിയാണത്, ആ ഒരു റോഡാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നിരന്തരം ആളുകൾ മറിഞ്ഞു വീഴുന്നു. വീട്ടിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചാൽ ഓട്ടോക്കാർ വരത്തില്ല. അങ്ങനെ അപകടകരമായിട്ട് മാസങ്ങളായി. ഇത് വാർത്തകൾ ഒരുപാട് ഇതിനകത്ത് ചെയ്തിട്ടൊന്നും ഒരു പരിഹാരവും ഇല്ല. അപ്പം ഞാൻ തന്നെ സ്വയം വിചാരിച്ചു മന്ത്രിയെ നേരിട്ടൊന്ന് കാണണം, ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് സ്വയം ഞാൻ തന്നെ തീരുമാനിച്ചു. മറ്റാരോടും ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലെന്നുള്ളതാണ്. ഒറ്റ മനുഷ്യരോട് ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഹസ്ബൻഡ് പോലും അറിഞ്ഞില്ലെന്നുള്ളതാണ് സത്യമാണ്. അറിഞ്ഞാൽ വിടത്തില്ല, അത് വേറെ കാര്യം. ഹസ്ബൻഡ് അറിഞ്ഞാൽ വിടത്തില്ല. 12:30 ആയപ്പം ഞാൻ അന്വേഷിച്ചു മന്ത്രി വരുമോ എന്നുള്ളത് അന്വേഷിച്ചു. കാരണം മന്ത്രി ഇങ്ങനെ ഉദ്ഘാടനങ്ങൾ അങ്ങ് ഘോഷിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ഉദ്ഘാടനങ്ങളായി. ഈ സംഭവം കഴിഞ്ഞിട്ട് 2 ഉദ്ഘാടനത്തിന് പോയതുമില്ല. എങ്ങനെ പോകാൻ പറ്റും? അതിന് പോയതുമില്ല. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പം പോലീസ് വണ്ടി മുമ്പേ ഒരെണ്ണം വരുന്ന കണ്ടു. ഞാൻ അപ്പോഴേ എടുത്ത് അതിൻ്റെ പുറകെ മന്ത്രിയുടെ വണ്ടി എടുത്തോണ്ട് മുമ്പിൽ അങ്ങ് ചാടി. ഡോറ് തുറന്ന് ഇറങ്ങിയാൽ പെട്ടെന്ന് അകത്ത് കയറി പോകുമെന്ന് എനിക്കറിയാം. കയറി ഡോറിൻ്റെ അടുത്ത് ചെന്ന് കാർഡ് കാണിച്ചു. ഞാൻ പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്കണം. വണ്ടി നിർത്തി. ഇവിടെ വണ്ടിയുടെ മുമ്പിൽ കൂടെയാണ് ഞാൻ ചാടിയത്. വണ്ടി നിർത്തി. പിന്നെ മന്ത്രി പുറത്തിറങ്ങാൻ ഡോറ് തുറന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അടുത്ത് ചെന്നു. ആരും ഈ സംഭവങ്ങളൊന്നും ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. പോലീസൊന്നും തടഞ്ഞില്ല. ഞാൻ പറഞ്ഞു സാർ ഇതൊന്ന് വായിച്ചു നോക്കുക, ഇത് മുസ്ലിം സ്ട്രീറ്റ് റോഡിൻ്റെ പ്രശ്നമാണ്, ഇതിനൊരു പരിഹാരം എനിക്ക് കിട്ടണം, ഒരു ഉറപ്പ് കിട്ടണം. ഞാൻ പറഞ്ഞു ഇതിനൊരു പരിഹാരം എനിക്ക് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇനിയും എവിടെ മന്ത്രി ഉദ്ഘാടനത്തിന് പോലും ഞാൻ അവിടെ വന്ന് തടയുമെന്ന് പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. മന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ റോഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഓണം, ഈ വരുന്ന ഓണം മന്ത്രിയും ഉണ്ണത്തില്ല, ഞാനും ഉണ്ണത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഓഫീസിൽ വന്ന് നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ശരിക്കും നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുകയാണ്. കാരണം ഭർത്താവ് പോലും അറിയാതെ, ഭർത്താവ് ഉറങ്ങിയതിന് ശേഷം ഒരു പ്ലക്കാർഡൊക്കെ എഴുതി തയ്യാറാക്കി സ്വന്തം ബാഗിലിട്ട് സാധാരണ പുറത്തു പോകുന്ന പോലെ പോയി 10 മണി തൊട്ട് 12 മണി വരെയും കാത്തു നിന്ന് മന്ത്രി വരുന്നിടം വരെ നോക്കി നിന്നിട്ട് മന്ത്രിയുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ഈ പ്ലക്കാർഡുമായിട്ട് ചാടി വീഴുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാരെയും കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ഇത്ര ധൈര്യം കിട്ടിയെന്ന് വരില്ല. നിങ്ങളെ സമ്മതിച്ചു തരണം. നിങ്ങളൊരു സാമൂഹിക പ്രവർത്തകയാണ്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഇതുപോലുള്ള ആളുകളൊക്കെ വേണം നമ്മുടെ നാട്ടില് നിൽക്കാനായിട്ട്. മന്ത്രിമാരായിട്ടും MLA-മാരായിട്ടും അല്ലെങ്കിൽ വാർഡ് മെമ്പറായിട്ടും പഞ്ചായത്ത് മെമ്പറായിട്ടും ഒക്കെ നിൽക്കാനുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല വികസനങ്ങൾ ഉണ്ടാവും. എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.